നമുക്കിനി ട്രംപിൻ്റെ ചൈന സന്ദർശനത്തിലേക്ക് ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഐതിഹാസികമായ ഒരു സന്ദർശനം എന്നൊക്കെ ട്രംപ് വിശേഷിപ്പിച്ച് ചൈനയിലേക്ക് പോവുകയും മറ്റും ചെയ്തത്. ഈ സന്ദർശനം നമുക്കറിയാം പലപ്പോഴും മാറ്റിവെച്ച ഒരു സന്ദർശനം കൂടിയായിരുന്നു. ഈ ഇറാൻ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, താരിഫ് യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെക്കുകയും മറ്റും ചെയ്തു. പക്ഷേ വ്യവസായികളുടെ അകമ്പടിയോടെ ബീജിംഗിലെത്തിയ ട്രംപ് കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെയാണ്, ലഭിക്കാതെയാണ് മടങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. വമ്പൻ വാചകങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അമേരിക്ക പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ. സെമി കണ്ടക്ടർ ചിപ്പ് കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങളിലോ തീരുവകളിലോ ഇളവുകളിലോ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കരാറുകളിലും ഒപ്പിടാൻ ചൈന തയ്യാറായില്ല. ഹോർമുസ് തുറന്നു കൊടുക്കണമെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ഒരേ അഭിപ്രായത്തിലെത്തി എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ മറ്റ് വ്യാപാര ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഉണ്ടായില്ല. തന്ത്രപ്രധാനമായ ഒരു മേഖലയിലും അന്തിമ ധാരണയിലെത്താൻ ആയിട്ടില്ല. ചൈനയുടെ അതിഥിയായി എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് തായ്വാൻ പോലെയുള്ള ചൈനയുടെ അഭിമാന പ്രശ്നങ്ങളിൽ ഒരു തരത്തിലുമുള്ള ഉത്തരവും അല്ലെങ്കിൽ ചൈനയുടെ മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ ഒരു തരത്തിലുള്ള മറുപടിയും നൽകിയില്ല. അങ്ങനെ ട്രംപ് തിരിച്ച് അമേരിക്കയിലെത്തി. അജയ്, ഇത് ചെറിയ കാര്യമല്ല. ലോകരാജ്യങ്ങളെയൊക്കെ വിറപ്പിച്ചിരുന്ന താരിഫ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പോലും താരിഫ് കൂടുതൽ പ്രഖ്യാപിച്ച ട്രംപ് മൗനിയായി മടങ്ങിയെത്തുകയാണ് അമേരിക്കയിൽ. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. അമേരിക്കയിൽ ഉയരുന്ന പല എതിർപ്പുകളുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട്. ചൈന പോലെയുള്ള ഒരു ലോകരാജ്യത്തോട് കളിക്കാൻ പോയാൽ തിരിച്ചു പണി കിട്ടുമെന്നുള്ള ധാരണയിലേക്ക് ട്രംപ് എത്തിയെന്ന് വേണ്ടേ കരുതാൻ? രഞ്ജിത്ത്, നിരവധി വിഷയങ്ങളിൽ ഒരു ധാരണയാകുമെന്നും അതുപോലെ ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരു ധാരണകൾ, അതുപോലെ തന്നെ പുതിയൊരു നയതന്ത്രം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു ഈ ട്രംപിൻ്റെ ചൈനീസ് യാത്രയ്ക്ക് പിന്നാലെ. പക്ഷേ 2 ദിവസം നീണ്ടുനിന്ന ചൈനീസ് സന്ദർശനത്തിൽ അദ്ദേഹം ഒരു ടൂറിസ്റ്റിനെ പോലെ ചൈനയിൽ പല സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നു എന്നതല്ലാതെ എടുത്തു പറയാനാകുന്ന ഒരു കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടതായിട്ട് നമുക്ക് ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. ട്രംപ് പറയുന്നത് തൻ്റെ സന്ദർശനം പൂർണ്ണ വിജയമാണെന്നും നിരവധി കരാറുകളിൽ ധാരണയായി എന്നെല്ലാമാണ്. പക്ഷേ കരാറുകളൊന്നും ഒപ്പിട്ടതായിട്ടുള്ള ഒരു ഔദ്യോഗിക വിവരങ്ങളോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച രേഖകളോ ഇരു രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംയുക്ത പ്രസ്താവനയോ അതൊന്നും തന്നെ നമുക്ക് നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ലഭ്യമല്ല. ട്രംപ് അവിടെ ചെന്ന് ഈ ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശിച്ചു, അതുപോലെ തന്നെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിലെത്തി, അതുപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനം സന്ദർശിച്ചു, പിന്നെ ഷീ ജിങ് പിങ്ങുമായിട്ട് ദീർഘനേരം ചർച്ചകൾ നടത്തി, മാധ്യമങ്ങളെ കണ്ടു. ഇതല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവരുടെ ഈ ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനത്തിലെ ഏറ്റവും പ്രധാന അജണ്ട തന്നെ ആയിരുന്ന ഒരു വിഷയമാണ് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വിഷയം. ഈ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് വരെ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ട്രംപ് നിരവധി ചൈനീസ് ടെക് കമ്പനികൾക്ക് വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യം വന്നു. അവിടെ നിന്നുള്ള AI കണ്ടക്ടറുകളുടെ ഇറക്കുമതി, റെയർ എർത്ത് എലമെൻറ്റുകളുടെ ഇറക്കുമതി, അത്തരം നിരവധി കാര്യങ്ങൾ ഇടയ്ക്ക് നിന്നു പോകുന്ന അവസ്ഥയുണ്ടായി. ഇത് കാരണം നിരവധി അമേരിക്കൻ കമ്പനികൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ വരെ ഉണ്ടായി. അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ മറ്റ് AI കണ്ടക്ടറുകളുടെ ഉൾപ്പെടെ ഒരു നിർമ്മാണത്തിനായി അവരെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു താൽക്കാലിക സമവായം എന്നോണം ഈ വർഷം നവംബർ വരെ ഒരു താൽക്കാലിക ഉടമ്പടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിലായിട്ടുണ്ട്. അല്ലാതെ അന്തിമമായിട്ടുള്ള ഒരു കരാർ ഇതുവരെയും ആയിട്ടില്ല. പക്ഷേ ട്രംപ് ചൈനയിലേക്ക് എത്തിയ സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയുണ്ടാകും, അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ ആരംഭിക്കും എന്നെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ട്രംപിനോടൊപ്പം ഇപ്പോൾ എലോൺ മസ്ക് ഉണ്ടായിരുന്നു, ടിം കുക്ക് ഉണ്ടായിരുന്നു, ബോയിങ്ങിൻ്റെ CEO ഉണ്ടായിരുന്നു. അപ്പോൾ നിരവധി പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ ട്രംപിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരൊക്കെ വെറുതെ ചൈനയിൽ ചെന്ന് അല്ലാതെ ഇവരുടെ കമ്പനികൾക്ക് നേട്ടമാകുന്ന രീതിയിലുള്ള ഒരു കരാറുകളോ അല്ലെങ്കിൽ ഉൽപ്പാദനം കാര്യക്ഷമമാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങളോ നടന്നിട്ടില്ല എന്ന് കാണാനാകും. ട്രംപിൻ്റെ ഒരു അവകാശവാദം ചൈന ബോയിങ്ങിൽ നിന്ന് ഏതാണ്ട് 200ഓളം ഫൈറ്റർ ജെറ്റുകൾ വാങ്ങും എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. അത് 750 ജെറ്റുകളിലേക്ക് വരെ അത് പിന്നീട് ഉയർത്തും എന്നും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നതല്ലാതെ ബോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു കരാർ ഒപ്പിട്ടതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. പിന്നെ ഇറാൻ യുദ്ധത്തിൽ ഇറാനെ ആദ്യം മുതൽ തന്നെ വളരെയധികം പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ
ഈ പിന്തുണയിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് നടന്നതായിട്ട് വിവരമില്ല. അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സമവായം ചൈന വഴി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും വലിയ പ്രതീക്ഷയോടെ പോയ ട്രംപാണ് ഇപ്പോൾ പ്രതീക്ഷ നശിച്ച് തിരിച്ച് അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രസ്താവനകൾ വരും, അടുത്ത നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്, ഇറാനുമായുള്ള യുദ്ധത്തിന് ഇതുവരെ US ചെലവഴിച്ചത് $29 ബില്യൺ, അതായത് 3 ലക്ഷം കോടി രൂപ. അത്യാവശ്യം രാജ്യത്തിൻ്റെ ചിലവൊക്കെ മാസങ്ങളോളം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ പ്രാപ്യമായ ഒരു തുകയാണ് ഇതിനകം പൊടിച്ചു കളഞ്ഞത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ്. നേരത്തെ കണക്കാക്കിയതിനേക്കാളും $400 കോടി അധികം ചെലവായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുദ്ധച്ചെലവ് കുത്തനെ ഉയർന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ട്രംപ് സർക്കാരിനെതിരെ അമേരിക്കയിൽ ഉയരുന്നത് എന്നുള്ളതാണ്. 2 ആഴ്ച മുൻപ് അവതരിപ്പിച്ച കണക്കുകളേക്കാൾ ഏകദേശം 16% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിൽ നടന്ന ബജറ്റ് ഹിയറിംഗിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഇത്രയും രൂപ ചിലവഴിച്ചിട്ട് എന്താണ് രാജ്യം നേടിയത് എന്നുള്ള ചോദ്യം കൂടി അവിടുത്തെ ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൈനിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, മിസൈൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുടെ പുനഃസ്ഥാപനം, സൈനിക സാന്നിധ്യത്തിൻ്റെ പ്രവർത്തന ചെലവ്, ഇവയൊക്കെയാണ് വലിയ തോതിൽ ചെലവ് കുതിച്ചുയരാൻ കാരണമായതെന്നാണ് ഇപ്പോൾ പെൻറ്റഗൺ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ചെലവൊക്കെ ഇതിലും അധികമാണ് എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ആഗോളതലത്തിലുണ്ടായ നിരവധി പ്രശ്നങ്ങളിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം ഇതിലും വളരെ വലുതാണ്. ഇന്ധനവില വർധനവ്, വിലക്കയറ്റം, GDP-യിലുള്ള ഇടിവ്, ഇതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.